വനിതാ സംവരണ നിയമം 2023 പ്രാബല്യത്തിൽ. ഇതേ നിയമം ഭേദഗതി ചെയ്യാനുള്ള ബില്ലിൽ ലോക്സഭ ഇന്ന് വോട്ട് ചെയ്യാനിരിക്കെയാണ് കേന്ദ്ര നിയമമന്ത്രാലയം വിജ്ഞാപനം പുറത്തിറക്കിയത്. അഭിമാനകരമായ നേട്ടമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവകാശപ്പെട്ടു. വിചിത്ര നടപടിയെന്നാണ് കോൺഗ്രസിന്റെ പ്രതികരണം. വനിതാ സംവരണ ഭേദഗതി, മണ്ഡല പുനർനിർണയ ബില്ലുകളെ പ്രതിപക്ഷം എതിർക്കും. മല്ലികാർജ്ജുൻ ഖാർഗെയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ എംപിമാരുടെ യോഗം അല്പസമയത്തിനകം ആരംഭിക്കും. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കും. PR അരവിന്ദ് വാർത്തയുടെ ഒരു ചേരുന്നു. അരവിന്ദ്, ഒരിക്കൽ ആ ബില്ല് പാസ്സായതാണ്. ഈ സമയത്തുണ്ടാകുന്ന വിജ്ഞാപനത്തിലെ കൺഫ്യൂഷൻ പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിനപ്പുറം നിലവിലെ സാഹചര്യത്തിൽ 3-2 ഭൂരിപക്ഷം എന്നുള്ളത് തൽക്കാലം NDA സർക്കാർ നടപ്പാവുന്നതല്ല. അപ്പോൾ ബാക്ക്ഡോർ ചർച്ചകൾ നടക്കുന്നുണ്ടാവും. ഏതെങ്കിലും തരത്തിൽ ബില്ല് പാസ്സാവുക എന്ന അട്ടിമറി സംഭവിക്കാനിടയുണ്ടോ അരവിന്ദ്? കാശ്മീർ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി തന്നെയാണ് ബില്ലിനെതിരെ നിൽക്കുന്നത്. വൈകുന്നേരം 4 മണിക്കാണ് വോട്ട് നടക്കുക. ഭരണഘടനാ ഭേദഗതി ബില്ലായതുകൊണ്ട് തന്നെ 3-2 ഭൂരിപക്ഷം ഈ ബില്ല് പാസ്സാക്കാൻ ആവശ്യമാണ്. പക്ഷേ നിലവിലെ അംഗസംഖ്യ അനുസരിച്ച് അത് കേന്ദ്ര സർക്കാരിന് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ചില അനുനയ ചർച്ചകൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായേക്കും എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഔദ്യോഗികമായി ഇത് സ്ഥിരീകരിക്കുവാൻ സാധിച്ചിട്ടില്ല. 11 മണിക്കാണ് പാർലമെന്റിലെ ഇരു സഭകളും ചേരുന്നത്. ഇന്നലെ ചർച്ച ഇന്ന് പുലർച്ചെ 1 മണിവരെ നീണ്ടുനിന്നിരുന്നു. കൃത്യമായി പ്രതിപക്ഷം തങ്ങളുടെ ആശങ്കകളും അതുപോലെ തന്നെ ബില്ലുമായി ബന്ധപ്പെട്ട അതൃപ്തി അറിയിക്കുകയും ചെയ്തു. പ്രതിപക്ഷം പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമായാണ് ഈ ബില്ല് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. 2 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് അടക്കം നടക്കാൻ പോകുന്ന സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് ലക്ഷ്യത്തിന് വേണ്ടിയാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം. വനിതാ സംവരണമല്ല, മറിച്ച് മണ്ഡല പുനർനിർണയം ഇതിന്റെ പിന്നിലൂടെ നടപ്പിലാക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്നും പ്രതിപക്ഷം ഒന്നടങ്കം ചൂണ്ടിക്കാണിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷം യോഗമെല്ലാം ചേർന്ന് കൃത്യമായി സ്വീകരിക്കേണ്ട നിലപാടുകളും ചർച്ചയായിട്ടുണ്ട്. അല്പസമയം തന്നെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ അധ്യക്ഷതയിൽ വീണ്ടും പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ യോഗം ചേരുകയാണ്. ഇന്ന് നടക്കുന്ന വോട്ടെടുപ്പിൽ സ്വീകരിക്കേണ്ട നിലപാടുകളാണ് ഈ യോഗത്തിൽ ചർച്ചയാവുക. അതേസമയം അതിനിടയിലാണ് കേന്ദ്ര സർക്കാരിന്റെ ഒരു നീക്കം കൂടി നടന്നിരിക്കുന്നത്. 2023 പാസാക്കിയ വനിതാ സംവരണ നിയമം അത് പ്രാബല്യത്തിൽ കേന്ദ്ര സർക്കാർ വരുത്തിയിരിക്കുകയാണ്. ഇന്നലെ, അതായത് ഏപ്രിൽ 16 ബില്ല് എന്നുള്ള വിജ്ഞാപനം കേന്ദ്ര നിയമ മന്ത്രാലയം പുറത്തിറക്കിയിട്ടുണ്ട്. ഇത് വിചിത്രമായ നടപടി എന്നതാണ് കോൺഗ്രസ് വിശേഷിപ്പിച്ചത്. കാരണം നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പാർലമെന്റിൽ നടക്കുന്ന വേളയിൽ എന്തിനാണ് ഇത്തരം ഒരു കേന്ദ്ര സർക്കാർ നീക്കമെന്നതാണ് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് ചോദിച്ചിരിക്കുന്നത്. ഇത് ആശങ്കപ്പെടുത്തുന്ന നീക്കമെന്നതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. എന്തായാലും പ്രധാനമന്ത്രി അടക്കം ഈ നടപടിയെ പ്രശംസിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത്. നാരീശക്തി രാജ്യത്തിന്റെ ശക്തിയുടെ മുഖമുദ്ര എന്നതാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. എന്താണ് കേന്ദ്ര സർക്കാരിന്റെ ഉദ്ദേശം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ബില്ല് പ്രാബല്യത്തിൽ വരുത്തിയെന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരുപക്ഷെ പാർലമെന്റിൽ ഒരു വിശദീകരണം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കും. എന്തായാലും ബില്ലിൽ ഒരു പിന്തുണ ഉറപ്പിക്കാനുള്ള നീക്കങ്ങളെല്ലാം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നു. ചില ഭേദഗതികളടക്കം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നേക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ പുരോഗമിക്കുന്നു. പക്ഷേ ഒറ്റക്കെട്ടായി നിന്ന് ബില്ലിനെ എതിർക്കുക എന്നതാണ് പ്രതിപക്ഷം സ്വീകരിച്ചിരിക്കുന്ന തീരുമാനം. 3 ബില്ലുകൾ, പ്രധാനമായും വനിതാ സംവരണ ഭേദഗതി നിയമം, അതുപോലെ തന്നെ ഇത്തരത്തിൽ മണ്ഡല പുനർനിർണയ ബില്ല്, അതുപോലെ തന്നെ കേന്ദ്രഭരണ പ്രദേശ നിയമ ഭേദഗതി എന്നീ 3 ബില്ലുകളാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചത്. കൃത്യമായി ഭരണഘടനാ വിരുദ്ധമെന്ന് തന്നെ പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നു. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി അടക്കമുള്ളവർ ലോക്സഭയിൽ സംസാരിച്ചിരുന്നു. പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ ഇത്തരത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. കൃത്യമായ പ്രാതിനിധ്യം എല്ലാവർക്കും ഉറപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ അത്തരം വ്യവസ്ഥകളൊന്നും ബില്ലിൽ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം വ്യവസ്ഥകൾ ഉൾപ്പെടുത്തണം. ഇതുകൂടാതെ തന്നെ സർവകക്ഷി യോഗം വിളിക്കണം. അതും ഏപ്രിൽ 29 ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സർവകക്ഷി യോഗം വിളിക്കണമെന്നതാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഈ ആവശ്യങ്ങളോട് എന്തെങ്കിലും അനുകൂല നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുമോ എന്നതും നമ്മൾ ഇത് നോക്കിക്കാണേണ്ടത്. നിലവിൽ ബില്ല് ലോക്സഭ കടക്കാനുള്ള സാഹചര്യം നിലനിൽക്കുന്നില്ല. കഴിഞ്ഞ ദിവസം തന്നെ ഈ ബില്ല് അവതരണവും വോട്ടെടുപ്പിലൂടെയാണ് നടന്നത്. അപ്പോൾ 251 പേർ അനുകൂലിച്ചപ്പോൾ 185 പേർ ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്തിരുന്നു. അപ്പോൾ സമാനമായ രീതിയിലുള്ള വോട്ടിംഗ് ആണ് നടക്കുന്നതെങ്കിലും ഒരു തരത്തിലും ബില്ല് ലോക്സഭ പാസ്സാകാനുള്ള സാധ്യത നിലനിൽക്കുന്നില്ല. എന്തായാലും പ്രതിപക്ഷം നിലവിൽ ഒറ്റക്കെട്ടായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ലോക്സഭയിൽ ഇന്ത്യക്ക് 293 അംഗങ്ങളുണ്ട്, പ്രതിപക്ഷത്തിന് 233 സീറ്റുകൾ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നേരത്തെ അരവിന്ദ് പറഞ്ഞതുപോലെ അത് 3-2 ഭൂരിപക്ഷത്തിൽ എത്താനിടയില്ല. അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ വലിയ പ്രതിപക്ഷ പാർട്ടികൾ, ഇപ്പോൾ സമാജ്വാദി പാർട്ടിയെ പോലുള്ള വലിയ പ്രതിപക്ഷ പാർട്ടികൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കണം. അല്ലെന്നുണ്ടെങ്കിൽ പ്രതിഷേധിക്കുന്നവർക്കെതിരെ കൂട്ട സസ്പെൻഷനൊക്കെ ഉണ്ട്. കാര്യം അതിൽ പങ്കെടുക്കുന്നവരുടെ 3-2 ഭൂരിപക്ഷമാണ്. കൂട്ട സസ്പെൻഷനൊക്കെ ഉണ്ടാവണം. പക്ഷേ അതൊക്കെ വിദൂരമായ സാധ്യതകളാണ്. പക്ഷേ അതൊരു അഭിമാനപ്പെടേണ്ട ഒരു പ്രസ്റ്റേജ് എന്നുള്ള നിലയ്ക്ക് സർക്കാർ എടുക്കുകയാണെങ്കിൽ എന്തും സംഭവിക്കാം. അത് 4 മണി വരെ കാത്തിരുന്ന് കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.